നമ്മൾ ബഡ്ജറ്റ് മാനുവലിലെ ക്ലാസ്സുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വീണ്ടും കുറച്ച് ഡെഫിനിഷൻസ് കൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഈ ബഡ്ജറ്റ് മാനുവൽ എന്ന് പറയുന്നത് ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ശരിക്കും ഈ ബഡ്ജറ്റ് മാനുവൽ. അത് ഓരോ നമ്മളിതിന്റെ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് മാത്രമാണ് ആദ്യം ഒക്കെ പറഞ്ഞത്. ഇനിയുള്ളത് പിന്നെ അത് ഓരോ ഘട്ടങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം അതിനു മുമ്പ് കുറച്ച് ടേംസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേത് അപ്രോപ്രിയേഷനാണ്. അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് പ്രത്യേക ചെലവുകൾ ചെയ്യാൻ നിയമസഭ ഫണ്ട് നീക്കി വെക്കുന്നതാണ് ശരിക്കും അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റ് റിപ്പോർട്ട് അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് സംസ്ഥാനത്തിന്റെ അക്കൗണ്ടുകളെ സംബന്ധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG തയ്യാറാക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 151(2) വകുപ്പ് അനുസരിച്ച് നിയമസഭയ്ക്ക് മുമ്പാകെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവർണർക്ക് സമർപ്പിക്കുന്നതുമായിട്ടുള്ള റിപ്പോർട്ടാണ് ശരിക്കും ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു CAGയുടെ റിപ്പോർട്ട് തന്നെയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, CAG ഒബ്ജക്റ്റ് ചെയ്തു, തടസ്സപ്പെടുത്തി, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി അടുത്തത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഏതൊക്കെ വിവിധ ഇനത്തിലുള്ള റവന്യൂ ആണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും അതേ വർഷം തന്നെ ചെലവ് ഏതളവ് വരെ ഫണ്ട് ചെലവിടേണ്ടി വരുമെന്നും ഉള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ ചിന്തയാണ് ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ധനാഭ്യർത്ഥനയാണ്. ധനാഭ്യർത്ഥന നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്. ഡിമാൻഡ് ഫോർ ഗ്രാന്റ് ആണ് ധനാഭ്യർത്ഥന എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക സർവീസിനോ ചുമതലയ്ക്കോ ഒരു നിശ്ചിത തുക ചോദിക്കുന്നതിനും ആ നിശ്ചിത തുക ചെലവഴിക്കപ്പെടുമെന്ന് എങ്ങനെയെന്നും വിശദമായി കാണിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് നിയമസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന രേഖയാണ് ഡിമാൻഡ് ഫോർ ഗ്രാന്റ് എന്ന് പറയുന്നത്. ഇനി ഡീറ്റെയിൽഡ് ഹെഡ് ഓഫ് അക്കൗണ്ട്, നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്. മറ്റേ 5 ടയറിലെ ലാസ്റ്റ് സംഭവമാണ് ഡീറ്റെയിൽഡ് ഹെഡ് ഓഫ് അക്കൗണ്ട്. ഇത് ഗവൺമെന്റ് അക്കൗണ്ട് തരംതിരിവിന്റെ 5ാമത്തെയും അവസാനത്തെയുമായ തലമാണ്. ഇത് ശമ്പളം, യാത്രാ ചെലവ്, ഓഫീസ് ചെലവ് മുതലായവ പോലുള്ള ചെലവുകളുടെ സ്വഭാവവും രൂപവും ലക്ഷ്യവും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് 5 ടയർ സിസ്റ്റത്തിലെ അക്കൗണ്ടിങ്ങിലെ 5 ടയർ സിസ്റ്റത്തിലെ ലാസ്റ്റ് ഘട്ടമാണ്. തരംതിരിവിന്റെ 5ാമത്തെ ഘട്ടമാണ് ഡീറ്റെയിൽഡ് ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത് എക്സസ് ഗ്രാന്റ് ആണ്. അപ്പൊ എക്സസ് ഗ്രാന്റ് എന്ന് പറയുന്നത് ഏതൊരു മുൻ സാമ്പത്തിക വർഷത്തിലും ഒരു സേവനത്തിന് അനുവദിക്കപ്പെട്ട തുകയ്ക്ക് അധികമായി വരുത്തിവെച്ച അധിക ചിലവ്, ഒരു സേവനത്തിന് ചെയ്തപ്പോൾ ആ വർക്ക് ചെയ്തപ്പോൾ അധിക ചെലവുണ്ടായി. ആ അധിക ചെലവ് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിയമസഭ അനുവദിക്കുന്ന ഗ്രാൻഡാണ് ഈ എക്സസ് ഗ്രാൻഡ് എന്ന് പറയും. മനസ്സിലായിട്ടുണ്ടാവും. ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അധിക ചെലവുണ്ടായി, അപ്പോൾ ആ അധിക ചെലവ് റെഗുലറൈസ് ചെയ്യണം. അതിനുവേണ്ടി അനുവദിക്കുന്ന ഗ്രാൻഡാണ് എക്സസ് ഗ്രാൻഡ്. അടുത്തത് നമ്മൾ വീണ്ടും ഈ തരംതിരിവിൽ ക്ലാസിഫിക്കേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. മേജർ ഹെഡ്, പൊതുവരാമത്തിലെ അടവും ചെലവും, അതായത് വരവും ചെലവും പൊതുവരുമാനത്തിലെ വരവും ചെലവും രേഖപ്പെടുത്തുന്നതിനും തരംതിരിക്കുന്നതിനും ഉദ്ദേശിച്ചുള്ള പ്രധാന അക്കൗണ്ട് ഹെഡാണ്. ഇത് ഗവൺമെന്റ് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസിഫിക്കേഷന്റെ 2ാമത്തെ തലമാണ്. 2ാമത്തെ സ്റ്റേജ് ആയിട്ടാണ് ഈ മേജർ ഹെഡിനെ പറയുന്നത്. ഇനി മേജർ വർക്കും മൈനർ വർക്കും ഉണ്ട്. മേജർ വർക്ക് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയിൽ മേലെ മതിപ്പ് ചെലവ് വരുന്ന വർക്കാണ് മേജർ വർക്ക്. ഇനി മൈനർ ഹെഡ് എന്ന് പറയുന്നത് മേജർ ഹെഡിന് നേരെ കീഴിലുള്ള ഹെഡാണ്. അത് സബ് മേജർ ഹെഡ് ഉള്ളിടത്ത് അതും കഴിഞ്ഞിട്ടാണ് മൈനർ ഹെഡ് വരിക. ഇത് ഈ അക്കൗണ്ട് ക്ലാസിഫിക്കേഷന്റെ 3ാമത്തെ തലമാണ്. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് റീഅപ്രോപ്രിയേഷൻ ആണ്.
റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന ഫണ്ട് അതുപോലുള്ള മറ്റൊരു യൂണിറ്റിലേക്ക് വക മാറ്റുന്നതിനെ റീ അപ്രോപ്രിയേഷൻ എന്ന് പറയും. മനസ്സിലായിട്ടുണ്ടാകും. ഒരു യൂണിറ്റിന് വേണ്ടിയിട്ട് ഓൾറെഡി നീക്കി വെച്ചിട്ടുള്ള ഒരു ഫണ്ട് അതുപോലുള്ള മറ്റൊരു യൂണിറ്റിലേക്ക് വക മാറ്റുന്നതിനെ നമ്മൾ റീ അപ്രോപ്രിയേഷൻ എന്നാണ് പറയുന്നത്. അടുത്ത ടേം സെക്ടറാണ്. സെക്ടർ നമുക്കറിയാം, ഈ 5 ടയർ സിസ്റ്റത്തിലെ ക്ലാസിഫിക്കേഷനിലെ ഒന്നാമത്തെ തലമാണ്. അതായത് ഗവൺമെൻറ് അക്കൗണ്ടിലെ ക്ലാസിഫിക്കേഷൻ്റെ ആദ്യത്തെ തലമാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് ചെലവുകളുടെ വിവിധ ചുമതലകളുടെ ജനറൽ സർവീസ്, സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ്, എക്കണോമിക് സർവീസ് എന്നിവയെ പോലെയുള്ള അതേ ടൈപ്പിലുള്ള ഗ്രൂപ്പിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ് ഈ സെക്ടറുകൾ എന്നത് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ തലം. ഇനി സബ് ഹെഡാണ്. സബ് ഹെഡ് എന്ന് പറയുന്നതിന് ശരിക്കും മൈനർ ഹെഡിന് തൊട്ട് താഴെയുള്ളതാണ് ഈ സബ് ഹെഡ് എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് അക്കൗണ്ട് ക്ലാസിഫിക്കേഷൻ്റെ 4ാമത്തെ തലമാണ്. ഇത് ശരിക്കും ഈ മൈനർ ഹെഡിൻ്റെ, ഞാൻ പറഞ്ഞു മൈനർ ഹെഡിൻ്റെ താഴെയാണ് സബ് ഹെഡ്. അപ്പോൾ മൈനർ ഹെഡ് പ്രതിനിധാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പരിപാടി നടപ്പിലാക്കിക്കൊണ്ട് പോകുന്നതിനായി ഏറ്റെടുത്ത സ്കീമുകളെ തിരിച്ചറിയാനും സൂചിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ സബ് ഹെഡ് നമ്മളെ സഹായിക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡെഫിനിഷൻസ് ഒക്കെ പറയുമ്പോഴും നമ്മൾ ഈ 5 ടയർ സിസ്റ്റത്തിലെ ആ 5 ക്ലാസിഫിക്കേഷൻ ഘട്ടങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ബൈഹാർട്ടായിരിക്കണം. അത് ബൈഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ ഓടണം. ആദ്യത്തത് നമ്മൾ ഒരിക്കൽ കൂടി 5 ഞാൻ പറയാം. ആദ്യത്തത് സെക്ടറാണ്, രണ്ടാമത്തത് മേജർ ഹെഡാണ്, മൂന്നാമത്തത് മൈനർ ഹെഡാണ്, നാലാമത്തത് സബ് ഹെഡാണ്, അഞ്ചാമത്തത് ഡീറ്റെയിൽഡ് ഹെഡാണ്. അപ്പോൾ ഓരോന്നിന് എത്രാമത്തെ ആണെന്ന് അറിയണം, ഏതിന് താഴെയാണ് അടുത്തത് എന്നറിയണം. സെക്ടർ, മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്. ഇതാണ് 5 ടയർ എന്ന് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷനിലെ 5 തരംതിരിവുകൾ, ക്ലാസിഫിക്കേഷൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ മുതൽ ഈ ബജറ്റ് പ്രിപ്പറേഷൻ്റെ 4 ഘട്ടങ്ങൾ ഓരോന്നായിട്ട് എടുക്കുകയാണ്. നമുക്കറിയാം, ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ആണ്. അതായത് ബജറ്റ് തയ്യാറാക്കൽ. അപ്പോൾ ഈ ബജറ്റ് തയ്യാറാക്കൽ 4 ബജറ്ററി ഘട്ടങ്ങളിലൂടെയാണ്, ബജറ്ററി സൈക്കിളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ്. ഇത് പൂർണ്ണമായിട്ട് പറഞ്ഞാൽ ശരിക്കും ഒരു എക്സിക്യൂട്ടീവ് ചുമതലയാണ്. ഈ ചുമതലയെ എക്സിക്യൂട്ടീവ് ചുമതല എന്ന് പറയുന്ന ഈ ബജറ്റ് തയ്യാറാക്കൽ എന്നതിനെ 3 ഘട്ടങ്ങളായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തേത് മേഖല ജില്ലാ ഓഫീസർമാർ സമർപ്പിക്കുന്ന എസ്റ്റിമേറ്റുകളുടെ അടിസ്ഥാനത്തിൽ വകുപ്പ് അധ്യക്ഷന്മാർ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് തയ്യാറാക്കുന്നു. ഒന്നാമത്. രണ്ടാമത്തത് ഭരണവകുപ്പിൻ്റെയും ധനകാര്യ വകുപ്പിൻ്റെയും നിശ്ചിതമായ കർശനമായിട്ടുള്ള പരിശോധനയാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റുകളുടെ അന്തിമമായ സംയോജനവും നിയമസഭയിൽ അവതരിപ്പിക്കലുമാണ് മൂന്നാമത്തത്. ഇതാണ് ഈ ബജറ്റ് തയ്യാറാക്കലിൻ്റെ എക്സിക്യൂട്ടീവ് ചുമതലയെ 3ആക്കി തരംതിരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. ഇനി നമുക്ക് പറയാനുള്ള ചില ടേംസ് കംപ്ലീറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. അത് ബഡ്ജറ്റ് ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ബഡ്ജറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് ഏകദേശം അറിയാം. പിന്നെ നമ്മൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ്, നമ്മൾ അറിയാത്ത കണ്ടന്റ് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ എമൗണ്ട് ഓഫ് എസ്റ്റിമേറ്റ്സ് ടു ബി റൗണ്ട്സ്, അതാണ് അടുത്തത്. അതായത് ഓരോ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഹെഡിൻ്റെയും ഓരോ സബ്സിഡറി എൻട്രിയുടെയും അത് ആവശ്യമുള്ളിടത്ത് മാത്രം എസ്റ്റിമേറ്റ് തുക തൊട്ടടുത്ത 100നോട് റൗണ്ട് ചെയ്യേണ്ടതാണ്. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ റൗണ്ട്സ് എന്ന് പറയുന്നത്
100നോടാണ്, അടുത്ത 100ലേക്കാണ് റൗണ്ട്സ് ചെയ്യുന്നത്. എസ്റ്റിമേറ്റ് തുക ഡീറ്റെയിൽ ഹെഡിലെ അക്കൗണ്ട് ഹെഡിൻ്റെ വരുന്ന എസ്റ്റിമേറ്റഡ് തുക അടുത്ത 100ലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൽ ഡീറ്റെയിൽ പറഞ്ഞാൽ, ആദ്യത്തെ ഒരു ടേം കൺസോളിഡേറ്റഡ് എസ്റ്റിമേറ്റ്. അത് ഈ കൺസോളിഡേറ്റഡ് എസ്റ്റിമേറ്റ് ശരിക്കും എന്താണെന്ന് വെച്ചാൽ, ഈ പലപ്പോഴും നമ്മൾ ഈ വലിയ പ്ലാൻ സ്കീമുകളിൽ ഒരേ ലക്ഷ്യത്തോടെയുള്ള ഒട്ടനവധി ചെറിയ നിർമ്മാണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും. വലിയ പ്ലാൻ സ്കീമിൽ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒട്ടനവധി ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ, ഒരു സ്കൂള് നവീകരണ പദ്ധതിയിൽ കെട്ടിട നിർമ്മാണം ഉണ്ടാവും, ഇലക്ട്രിക്കൽ ജോലികൾ ഉണ്ടാവും, പെയിന്റിംഗ് ഉണ്ടാവും, ഫർണിച്ചർ ഉണ്ടാവും. ഓരോന്നിനും വെവ്വേറെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് പകരം ഇവയെല്ലാം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നതാണ് ശരിക്കും കൺസോളിഡേറ്റഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞപ്പം ക്ലിയർ ആയി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു പലപ്പോഴും വലിയ പ്ലാൻ സ്കീമുകളിൽ ഒരേ ലക്ഷ്യത്തോടെയുള്ള ഒട്ടനവധി ചെറിയ നിർമ്മാണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ഉദാഹരണ സഹിതമാണ് ഞാൻ പറയുന്നത്. ഒരു സ്കൂളിൻ്റെ നവീകരണ പദ്ധതിയിൽ കെട്ടിട നിർമ്മാണം ഉണ്ടാവും, ഇലക്ട്രിക്കൽ ജോലികൾ ഉണ്ടാവും, പെയിന്റിംഗ് ഉണ്ടാവും, ഫർണിച്ചർ പർച്ചേസിങ് ഉണ്ടാവും. ഇതിപ്പോൾ ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാത്തിനും ഓരോന്നിനും വെവ്വേറെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് പകരം ഇവയെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരുമിച്ച് തയ്യാറാക്കുന്നതിനാണ് നമ്മൾ കൺസോളിഡേറ്റഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൺസോളിഡേറ്റഡ് എസ്റ്റിമേറ്റിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ, ഈ സ്കീമിന്റെ പൂർണ്ണമായ ചെലവ് ഇതിൽ നിന്നും വ്യക്തമായിരിക്കും. കാരണം എല്ലാം കൂടിയാണ് നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. പിന്നെ സിവിൽ വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്, കണ്ടിൻജൻസി എന്നോട് ഉദ്ദേശിക്കുന്നത് അപ്രതീക്ഷിത ചെലവുകളാണ്, ലേബർ ചാർജുകൾ എന്നിവ വേർതിരിച്ചുള്ള കണക്കും ഇതിൽ കിട്ടും. മറ്റൊന്ന് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആണ്. ഈ കൺസോളിഡേറ്റഡ് എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അഥവാ ഭരണാനുമതി നൽകുന്നത്. പിന്നെ ഈ ഫണ്ടിന്റെ ലഭ്യത ഏത് ശീർഷകത്തിലാണ്, അതായത് ഏത് ബഡ്ജറ്റ് ഹെഡിൽ നിന്നാണ് ചെലവഴിക്കേണ്ടതെന്ന് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും ഈ കൺസോളിഡേറ്റഡ് എസ്റ്റിമേറ്റിൽ. മറ്റൊന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പദ്ധതിയുടെ മുഴുവൻ ചെലവും ഒരൊറ്റ ഫയലിൽ ലഭിക്കുന്നത് നമുക്ക് സാമ്പത്തിക നിയന്ത്രണത്തിന്, ഫിനാൻഷ്യൽ കൺട്രോളിന് സഹായിക്കും. ഇനി മറ്റൊന്ന് ഒരു സവിശേഷതയായിട്ട് പറയാൻ പറ്റുന്നത് അനുമതി പെട്ടെന്ന് ലഭിക്കും. ഓരോ ചെറിയ ഭാഗത്തിനും വെവ്വേറെ അനുമതി നേടുന്നതിനേക്കാൾ മുഴുവൻ പദ്ധതിക്കും കൂടി ഒരുമിച്ച് AS ലഭിക്കുന്നത്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഭരണാനുമതി ലഭിക്കുന്നത് ഭരണപരമായിട്ടുള്ള കാലതാമസം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഇതൊക്കെയാണ് നമുക്ക് കൺസോളിഡേറ്റഡ് എസ്റ്റിമേറ്റ്സിന്റെ ഒരു മെച്ചമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നു. ഇനി ഞാൻ നേരത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പറഞ്ഞിരുന്നു. ആ റിവൈസ്ഡ് എസ്റ്റിമേറ്റിന്റെ ഒരു വിശദീകരണം കൂടി നമുക്ക് തരാം വേണമെങ്കിൽ. ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ, ഇപ്പൊ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് നമുക്കറിയാം April 1 ബജറ്റിലൂടെ വകയിരുത്തിയ തുക ആയിരിക്കും നടപ്പ് വർഷം മുഴുവൻ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതങ്ങനെയാണ് വരിക. എന്നാൽ വർഷത്തിന്റെ പകുതി ആകുമ്പോഴേക്ക്, സാധാരണയായി ഒക്ടോബർ നവംബർ മാസം ആകുമ്പോഴത്തേക്ക് സർക്കാർ വരുമാനത്തിലോ ചെലവിലോ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞ പോലെ ആയിരിക്കൂല. ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്ക് വലിയ ഡീവിയേഷൻസ് ഇക്കാര്യത്തിൽ ഉണ്ടായേക്കാം. ഈ സാഹചര്യം കണക്കിലെടുത്ത് വർഷാവസാനം വരെ കൃത്യമായിട്ട് എത്ര തുക ചെലവാകും എന്ന് പുനർനിർണയിക്കുന്നതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒക്ടോബർ നവംബർ മാസത്തിൽ ആണ് യഥാർത്ഥ ചിത്രം വ്യക്തമാവുക. അന്നേരം ഈ പറയുന്ന വർഷാവസാനം വരെ എത്ര തുകയൊക്കെ ചെലവാകുമെന്ന് പുനർനിർണയിക്കും. നേരത്തെ നിർണയിച്ചതൊന്ന് പുനർനിർണയിക്കുന്നതാണ് ശരിക്കും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്.
ഇപ്പൊ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ശരിക്കും വേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ വരുമാനത്തിലെ വ്യത്യാസം ഒരു കാരണമാവും ചിലപ്പോൾ. അതായത് നമ്മൾ ഈ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നികുതി വരുമാനമോ അല്ലെങ്കിൽ കുറഞ്ഞ വരുമാനമോ ലഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെലവ് മാറ്റേണ്ടി വരും. വരുമാനം കുറഞ്ഞാൽ ചെലവ് മാറ്റണം, കൂടിയാലും അതിനനുസരിച്ച് ചെലവുകൾ റെഗുലറൈസ് ചെയ്യേണ്ടി വരും. പിന്നെ അപ്രതീക്ഷിത ചെലവുകൾ വന്നാലും ഈ പ്രശ്നം ഉണ്ടാവും. വല്ല പ്രകൃതി ദുരന്തമോ പകർച്ചവ്യാധിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫണ്ട് പല വഴിയിൽ ആ വഴിയിലൊക്കെ പോകും. അപ്പോഴും ഇത്തരത്തിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആവശ്യമായിട്ട് വരും. അതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പ്ലാന് നോൺ പ്ലാൻ ഇന്ന് ഈ രണ്ട് വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്ലാന് നോൺ പ്ലാൻ. അപ്പോൾ പലപ്പോഴും എനിക്ക് ആദ്യകാലത്ത് എനിക്കും ഒരു ഐഡിയ ഈ പ്ലാന് നോൺ പ്ലാൻ എന്നതിനെക്കുറിച്ച് ഇല്ലായിരുന്നു. അപ്പോൾ പ്ലാൻ നോൺ പ്ലാൻ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എല്ലാവരും തന്നെ. ഇപ്പോൾ പ്ലാന് നോൺ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്തായിരുന്നു പഴയ കാലത്ത്, മുൻകാലത്ത് പ്ലാൻ ഫണ്ട്, നോൺ പ്ലാൻ ഫണ്ട് എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു എന്നാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് രേഖകളിൽ വരുമാനത്തെയും ചെലവിനെയും രണ്ടായി തരംതിരിക്കാറുണ്ട്. ശരിക്കും വരുമാനത്തെയും ചെലവിനെയും പ്ലാൻ എന്നും നോൺ പ്ലാൻ എന്നും വിളിച്ചിരുന്നു. രണ്ടായി തരംതിരിച്ചു വരുമാനത്തെയും. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് രേഖകളിൽ വരുമാനത്തെയും ചെലവിനെയും പ്ലാൻ എന്നും നോൺ പ്ലാൻ എന്നും രണ്ടായി തരംതിരിച്ച് വിളിച്ചിരുന്നു. എന്നാൽ നിലവിൽ കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ ആ വാക്കുകൾ മാറ്റിയിട്ടുണ്ട്. അതിനെ നമ്മളിപ്പോൾ ക്യാപിറ്റൽ എന്നും റവന്യൂ എന്നീ രണ്ട് വിഭാഗങ്ങളിലാണ് ഈ വർഗീകരണം മാറിയിട്ടുള്ളത്. ക്യാപിറ്റൽ എന്നും റവന്യൂ എന്നും. അതായത് പ്ലാനും നോൺ പ്ലാനും എന്തായി മാറിയിട്ടുണ്ട്? ഇപ്പോൾ ക്യാപിറ്റലും റവന്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും ഭരണപരമായ ആവശ്യങ്ങൾക്കും പഴയ കണക്കുകൾ വിശകലനം ചെയ്യാനും ഈ പദങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഞാനത് ഈ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഒന്ന് പറയാം. പ്ലാൻ എക്സ്പെൻഡിച്ചർ അതായത് വികസന പ്രവർത്തനങ്ങൾക്കും പുതിയ പദ്ധതികൾക്കും വേണ്ടിയിട്ടുള്ള ചെലവുകളാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി, വികസന പ്രവർത്തനങ്ങൾക്കും പുതിയ പദ്ധതികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ ഫണ്ട് ആണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എന്ന് പറയുന്നത് വികസന പ്രവർത്തനങ്ങൾ പിന്നെ പുതിയ പദ്ധതി ആണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യുന്നവയാണ് ഈ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇപ്പം പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ വരുന്നത് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനാണ്, പിന്നെ സാമ്പത്തിക വികസനവും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക വികസനവും അടിസ്ഥാന സൗകര്യവും ഒന്നും ഇതിൽ വരില്ല. അപ്പോൾ ശമ്പളം അത് ഇതിൽ വരില്ല. ഇതിൽ വരുന്നത് പുതിയ റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, പുതിയ സ്കൂളുകൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ ആശുപത്രികൾ തുടങ്ങുക, കാർഷിക വികസന പദ്ധതികൾ ആരംഭിക്കുക, ക്ഷേമ പദ്ധതികൾ, ഇവയൊക്കെ ഏതിലാണ് വരുന്നത്? ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇനി ഇവയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക്, ഉദാഹരണത്തിന് ഒരു 5 വർഷ പദ്ധതി, അങ്ങനെ ആ രീതിയിൽ ആസൂത്രണം ചെയ്തവയാണ് പ്ലാൻ ഫണ്ടുകൾ. ഇതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ പറയാം. അപ്പം നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ദൈനംദിന നടത്തിപ്പിനും നിലവിലുള്ള സേവനങ്ങൾ തുടരുന്നതിനും വേണ്ടിയിട്ടുള്ള ചെലവുകളാണ് പിന്നെ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. ഇതിനെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവ് എന്നുകൂടി വിളിക്കാറുണ്ട്. അപ്പം നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, സർക്കാരിൻ്റെ ദൈനംദിന നടത്തിപ്പ്, നിലവിലുള്ള സേവനങ്ങൾ തുടരൽ, അതിനും വേണ്ടിയിട്ടുള്ള ചെലവുകളാണ്. ഈ ചെലവുകളെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവ് എന്നുകൂടി വിളിക്കാറുണ്ട്. ഏതിനെ? നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിനെ. അപ്പോൾ ഈ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, സർക്കാർ സംവിധാനങ്ങളിൽ തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ അനിവാര്യമായ ചെലവുകളുണ്ട്. അതാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. അതായത് സർക്കാർ സംവിധാനങ്ങൾ
തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ അനിവാര്യമായിട്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്ത ചെലവുകളാണ് ഈ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. അതിൽ വരുന്നത് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ് ശരിക്കും ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, അതത് വകുപ്പുകളുടെ ഭരണപരമായ ചെലവുകൾ, അതായത് ഓഫീസ് വാടക, വൈദ്യുതി ബില്ല്, സ്റ്റേഷനറി, വായ്പകളുടെ പലിശ തിരിച്ചടവ്, പോലീസ്, കോടതി, ജയിൽ തുടങ്ങിയവയുടെ പ്രവർത്തന ചെലവുകൾ, ഇതൊക്കെ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇതൊക്കെ. ഇനി മറ്റൊരു ഇതിൻ്റെ സ്വഭാവം എന്താണെന്ന്, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെ മറ്റൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്, പിന്നെ എല്ലാ വർഷവും ആവർത്തിച്ച് വരുന്നതുമായിട്ടുള്ള ചെലവുകളാണ്. ഒരു കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് ഇത് ശരിക്കും. അപ്പം നമ്മളിതൊരു താരതമ്യം ചെയ്ത് പറഞ്ഞാൽ, പ്ലാൻ നോൺ പ്ലാൻ താരതമ്യം ചെയ്താൽ പ്ലാനും നോൺ പ്ലാനുമാണ്. പ്ലാനിൽ വികസനമാണ്, എന്നാൽ നോൺ പ്ലാനിൽ ഭരണനിർവഹണമാണ്. തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. പ്ലാനിൽ പുതിയ പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ നോൺ പ്ലാനിൽ നിലവിലുള്ളവ നിലനിർത്താനാണ് മുൻതൂക്കം കൊടുക്കുക. പ്ലാനിൽ വിപുലീകരിക്കാൻ കഴിയുന്നവ പരിശോധിക്കുമ്പോൾ നോൺ പ്ലാനിൽ ഒഴിവാക്കാൻ കഴിയാത്തവയ്ക്ക് വേണ്ടിയിട്ടാണ് ചെലവ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാനിലെ ഒരു എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, ഒരു പുതിയ സർക്കാർ ഓഫീസ് കെട്ടിടം ഉണ്ടാക്കുന്നു. നോൺ പ്ലാനിലാണെങ്കിലോ നിലവിലുള്ള ഓഫീസിലെ ശമ്പളം, ഇതായത് തമ്മിലുള്ള ഒരു മാറ്റം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 2017-18 മുതൽ ഇന്ത്യൻ സർക്കാർ ഈ ബജറ്റിലെ പ്ലാന് എന്നും നോൺ പ്ലാൻ എന്നുള്ള വർഗീകരണം ഔദ്യോഗികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷെ പല ഘട്ടങ്ങളിലും നമുക്ക് ഇതാണ് ഇപ്പോഴും കാണാൻ പറ്റുന്നത്, പ്ലാൻ എന്നും നോൺ പ്ലാൻ എന്നുമാണ്. പകരം ചെലവുകളെ റവന്യൂ എന്നും ക്യാപിറ്റൽ എന്നും തരംതിരിക്കുകയാണ്. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറാണ് സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കുന്ന വാക്ക് ഇപ്പോൾ, അതായത് നോൺ പ്ലാനിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ശമ്പളം, പെൻഷൻ, സബ്സിഡിയൊക്കെ അതിൽ വരുന്നതാണ്. എന്നാൽ പ്ലാനിന് പകരം വന്നിട്ടുള്ള വാക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത് ആസ്തികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെലവാക്കുന്ന റോഡുകൾ, യന്ത്രങ്ങൾ, വലിയ നിർമ്മാണങ്ങൾ, ഇതൊക്കെ ഏതിലാണ് വരുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ്. അപ്പോൾ പ്ലാനിന് പകരമായിട്ട് വന്നിരിക്കുന്ന പുതിയ വാക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും, നോൺ പ്ലാനിന് പകരമായി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വാക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറും ആണ്. ഈ പ്ലാൻ, നോൺ പ്ലാൻ എന്നീ രണ്ട് ടേമുകളെ പറ്റി വിശദമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ അത് പ്ലാൻ ഫണ്ടാണ്, അത് നോൺ പ്ലാൻ ഫണ്ടാണെന്ന് പലരും പറയാറില്ല, കാരണം ഒരു ദൈനംദിന ചെലവായതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ പ്ലാൻ ഫണ്ടിൽ എന്താണ് എന്നുള്ള ചോദ്യം, ഈ പ്ലാൻ ഫണ്ട് എന്ന് നിരവധി തവണ പല സ്ഥലത്തും നിങ്ങൾ കേൾക്കും. അപ്പോൾ പ്ലാൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത് വികസന പ്രവർത്തനങ്ങൾക്കും പുതിയ പദ്ധതികൾക്കും വേണ്ടിയിട്ടുള്ള ചെലവുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ പ്ലാൻ ഫണ്ടിൻ്റെ പുതിയ വാക്ക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്നാൽ നോൺ പ്ലാനിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള ചെലവുകളാണ്, ഒഴിവാക്കാൻ പറ്റാത്ത ചെലവുകളാണ്, സർക്കാരിൻ്റെ ചെലവുകളാണ് നോൺ പ്ലാനിൽ വരുന്നത്. അതിൻ്റെ പുതിയ വാക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും നമ്മൾ മനസ്സിലാക്കുക. ശമ്പളം, പെൻഷൻ, സബ്സിഡികൾ പോലെയുള്ള ചെലവുകൾ സർക്കാരിനെ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അത് നോൺ പ്ലാനിലാണ് വരുന്നത്, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. അതിൻ്റെ പുതിയ വാക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന കാര്യവും എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ വകുപ്പ് അധ്യക്ഷന്മാരും മറ്റ് എസ്റ്റിമേറ്റിംഗ് ഓഫീസർമാരും തങ്ങളുടെ എസ്റ്റിമേറ്റ് 2 പ്രതി തയ്യാറാക്കുകയും അതിലൊരു കോപ്പി ധനകാര്യ വകുപ്പിനും സെക്രട്ടേറിയറ്റിൽ ഭരണവകുപ്പിനും അയക്കേണ്ടതാണ്. ഇതിനൊരു സമയക്രമമുണ്ട്. അതായത് വകുപ്പ് അധ്യക്ഷന്മാരും മറ്റ് എസ്റ്റിമേറ്റിംഗ് ഓഫീസർമാരും അവരവർക്കുള്ള എസ്റ്റിമേറ്റ് 2 കോപ്പി തയ്യാറാക്കിയിട്ട് ഒരു കോപ്പി ആർക്ക് അയക്കണം? ധനകാര്യ വകുപ്പിനും
മറ്റൊരു കോപ്പി സെക്രട്ടേറിയറ്റിലെ ഭരണവകുപ്പിനും അയക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് ഗവൺമെന്റിന് എസ്റ്റിമേറ്റുകൾ എത്തേണ്ട തീയതിയാണ്. അത് നോൺ പ്ലാനിൽ വരുന്നതാണെങ്കിൽ, നോൺ പ്ലാൻ ഞാൻ പറഞ്ഞല്ലോ, ചെലവുകൾ, സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾ സെപ്റ്റംബർ 15-ാം തീയതി കഴിയുന്നതിന് മുമ്പ്. പ്ലാനിലുള്ളതാണെങ്കിൽ നവംബർ 30 കഴിയുന്നതിന് മുമ്പ്. റവന്യൂ എക്സ്പെൻഡിച്ചറും ഇപ്പം അത് ആ ടേം തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലാനും നോൺ പ്ലാനും തന്നെ ഇപ്പം പറഞ്ഞാൽ മതി. പ്ലാന് നവംബർ 30 മുമ്പായിട്ടും നോൺ പ്ലാന് സെപ്റ്റംബർ 15 മുമ്പായിട്ടുമാണ് ഗവൺമെന്റിലേക്ക് ഈ എസ്റ്റിമേറ്റുകൾ എത്തേണ്ടത്. ഓക്കെ, നമുക്ക് പറഞ്ഞ കണ്ടന്റുകളൊക്കെ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബഡ്ജറ്റിന്റെ ഒന്നാമത്തെ 4 ബഡ്ജറ്ററി സൈക്കിളിലെ 4 ഘട്ടങ്ങളാണ്. 4 സൈക്കിളിൽ 4 ഉള്ളത്. ആ 4 ആദ്യത്തേതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവിടെ അവസാനിപ്പിക്കുന്നു.